ഹലോ അസ്സാം വലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ഗോബി പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. പഞ്ചാബ് സ്പെഷ്യൽ ഗോബി പൊറോട്ടൻ്റെ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത്. അതേ പെർഫെക്റ്റ് ടെക്സ്ചറും പിന്നെ അതേപോലത്തെ നല്ല രുചിയായിട്ട് നല്ല ടേസ്റ്റായിട്ടും പെർഫെക്റ്റ് ഇതിൽ കുറച്ച് ട്രിക്സോ ടിപ്സ് എല്ലാം നിങ്ങളുടെ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങുക. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് എടുത്തിട്ടുണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോളിഫ്ലവർക്ക് നന്നായിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എല്ലാ സൈഡിൽ കൂടെ ഇല ഇതൊന്ന് നന്നായിട്ട് റിമൂവ് ആക്കിയിട്ട് എനിക്ക് ഇതേപോലത്തെ ഫ്ലവേഴ്സ് എനിക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതേപോലത്തെ നല്ല ഒരുപാട് അളക്കി ഇതൊന്നും ഇല്ലേക്ക് നമുക്ക് ഇതേപോലത്തെ ഒന്ന് രണ്ട് പീസസ് ആയിട്ട് നമ്മൾക്ക് ഉള്ളിലേക്ക് നോക്കാം. നമ്മൾ ഒന്ന് ചെക്കാക്കിയാൽ മതി എങ്ങനെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് പ്രാണികൾ ഇതൊക്കെ ആയിട്ട്. അതൊന്നില്ലേക്ക് നമ്മൾക്ക് ഇതേപോലത്തെ നന്നായിട്ട് നമ്മൾക്ക് ഒന്ന് 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായി വാഷാക്കി എടുത്തിട്ട് ഒരു ഫാനിൻ്റെ താഴെ നമ്മൾക്ക് എല്ലാ വെള്ളം ഡ്രെയിൻ ആക്കി എടുത്ത ശേഷം നമ്മൾക്ക് അപ്പോൾ ഇതേപോലത്തെ ഒന്ന് നമുക്ക് ഗ്രേറ്റർ എടുക്കണം. അപ്പോൾ ഈ വലിയ സൈസല്ലേ അവിടുന്ന് നമ്മൾക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട. ഏറ്റവും ചെറിയൊരു മീഡിയം പോലത്തെ ഉണ്ടാവില്ലേ ഗ്രേറ്റർ, ആ സൈഡ് കൂടെ നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന് കോളിഫ്ലവർ എല്ലാം ഗ്രേറ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് സമയമാവില്ല. നമുക്ക് ഇതേപോലത്തെ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുത്താൽ അപ്പോൾ നമ്മൾക്ക് കത്തി എടുത്തിട്ട് നമ്മൾക്കൊന്ന് ചോപ്പാക്കി എടുത്താൽ നമ്മൾക്ക് പൊട്ടി കിട്ടും. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഗോബി പൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതേപോലത്തെ നമ്മൾക്ക് ഗ്രേറ്റ് ആക്കി എടുത്താൽ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് പൊറോട്ട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് ഇനി എല്ലാ കോളിഫ്ലവർ ഇതേപോലത്തെ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുക്കണം. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ ഇതേപോലത്തെ എല്ലാ കോളിഫ്ലവർ ഞാൻ ഗ്രേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമ്മൾക്ക് ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുക. ഇത് പ്രത്യേകിച്ചിട്ട് മാവ് പറയുമ്പോൾ ഇത് ഞാൻ കുറേ സീക്രട്ട് ടിപ്സ് ആയിട്ട് നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ 2 കപ്പ് ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങളിവിടെ ഗോതമ്പ് പൊടി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണായിട്ട് കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിൽ ഉപ്പും അതേ കടലമാവ് നമ്മൾക്ക് പക്കോട ഇതൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കില്ലേ, ആ കടലമാവ് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂണായിട്ട് തൈര് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഒരുപാട് പുളിപ്പില്ലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നല്ല പുളിപ്പ് തൈരുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതൊരു സീക്രട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് തൈരും പിന്നെ കടലമാവ് നെയ്യ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല അടിപൊളി ടെക്സ്ചർ നമ്മുടെ പൊറോട്ടയ്ക്ക് കിട്ടുന്നുണ്ട്, ആലു പൊറോട്ടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗോബി പൊറോട്ടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലു പൊറോട്ടൻ്റെ റെസിപ്പി കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് 3 വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കണ്ടല്ലേ, അത്ര സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കണ്ട കേട്ടോ. അതിന് 3 കൂടെ നമുക്ക് കുറച്ച് കട്ടി കൂടായിട്ട് നമ്മൾക്കൊന്നും ഒരുപാട് കട്ടി വേണ്ട. പക്ഷേ ചപ്പാത്തിക്ക് മാവ് കുഴക്കേണ്ട അത്ര സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ കുറച്ച് നമ്മൾക്കൊരു കട്ടിയിൽ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ട് ഒരു 20 മിനിറ്റ് അല്ലാണ്ട് 10 മിനിറ്റ് മാക്സിമം നമ്മൾക്കൊന്ന് റെസ്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് വലുതില്ല ഒരുപാട് ചെറുതില്ല, ഒരു മീഡിയമായിട്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേനയ്ക്ക് വെല്ലുള്ളിക്ക് കൂടി ഗ്രേറ്റ് ആക്കി എടുക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ ഇതേപോലത്തെ നമുക്ക് കോളിഫ്ലവർ നമ്മൾക്ക് ഇങ്ങനെ ഗ്രേറ്റ് ആക്കി എടുത്തില്ലേ അതേപോലത്തെ നമ്മൾക്ക് ഇതേപോലത്തെ പൊടിയായിട്ട് നമ്മൾക്ക് ചോപ്പാക്കി എടുക്കണം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഞ്ചി പിന്നെ പച്ചമുളകും വെല്ലുള്ളി ഒരുമിച്ച് ചോപ്പറിൽ ചോപ്പാക്കി എടുത്താലേ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷെ അതെല്ലാം എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്കൊന്ന് ഇതേപോലത്തെ പൊടിയായിട്ട് നമ്മൾക്കൊന്ന് ചോപ്പാക്കി എടുക്കണം കേട്ടോ. അത് ഒരു പ്രത്യേകിച്ച്. അല്ലാണ്ട് നിങ്ങൾക്ക് കോളിഫ്ലവർ ഗ്രേറ്റ് ആക്കി എടുക്കും പിന്നെ വലിയ നിങ്ങൾക്ക് ചോപ്പാക്കി ചേർത്താൽ അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്ചർ കിട്ടുന്നില്ല, അതങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പാടാണ് പിന്നെ പൊറോട്ട ഉണ്ടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് ഈ ചെറിയ കാര്യമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേപോലത്തെ ശരിക്ക് പഞ്ചാബിൽ കിട്ടുന്നുണ്ട് ആ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്കൊന്നും
കോളിഫ്ലവർക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പ്രസ്സാക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എത്ര എക്സ്ട്രാ വെള്ളമുണ്ടല്ലേ അത് നമ്മൾക്ക് എല്ലാം റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലത്തെ വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതിയാവും. അല്ലാണ്ട് നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ നമ്മൾക്ക് എല്ലാ കോളിഫ്ലവർ വെള്ളുള്ളി ഇതൊക്കെ നമ്മൾക്ക് അതിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരുമിച്ച് നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന് പ്രസ്സാക്കി പിഴിഞ്ഞെടുത്താൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ നമ്മുടെ കയ്യിലൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. നമ്മൾക്ക് എല്ലാ എക്സ്ട്രാ വെള്ളം നമുക്ക് റിമൂവ് ആയി കിട്ടും. ഇത് ചെയ്യാൻ കാരണം നമ്മൾക്ക് ഫില്ലിങ് നമ്മൾക്ക് മാവിൽ സ്റ്റഫ് ആക്കുമല്ലേ, അപ്പോൾ അതിലുള്ളിൽ നമ്മൾ വെക്കുമ്പോൾ പിന്നെ അത് ഒട്ടിപ്പിടിക്കുന്നില്ല. ഒരുപാട് നമ്മൾക്ക് റോള് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന് ചെയ്തെടുക്കണം. പിന്നെ ഇതേപോലത്തെ വെല്ലുള്ളിക്ക് കൂടി നമുക്ക് ഇതേപോലത്തെ പ്രസ്സാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് ആ വെല്ലുള്ളിക്ക് പിന്നെ നിറയെ വെള്ളം ഉണ്ടാവില്ലേ, എന്തായാലും അത് നമ്മൾക്ക് കുറച്ചുകൂടെ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾക്ക് ഇത്ര വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും പിന്നെ ഇഞ്ചി പിന്നെ മല്ലിയില ഇതൊക്കെ നമ്മുടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണായിട്ട് നമ്മൾക്ക് മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണായിട്ട് മുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂണായിട്ടും നമ്മൾക്ക് ഡ്രൈ മാങ്ങപ്പൊടി അംചൂർ പൗഡർ ചേർത്തിട്ടുണ്ട്. അത് മാങ്ങപ്പൊടി തന്നെ. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂണായിട്ട് നമ്മൾക്കൊന്ന് ഗരം മസാല ചേർത്തി കൊടുക്കണം. ഇനി നന്നായിട്ട് നമ്മൾക്കൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തി കൊടുക്കണം ഇതിലേക്ക്. ഇനി നമ്മൾക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി ആവശ്യത്തിൽ ഉപ്പും പിന്നെ ഇതിലേക്ക് പച്ചമുളകും മുളകും പച്ചമുളകും നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിലവർക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണ്, ചിലവർക്ക് എരിവ് കമ്മി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് മതിയാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഫില്ലിങ് നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലത്തെ ഒരു നനവ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഗോതമ്പ് പൊടിയല്ലേ ആ മാവ് എടുത്തിട്ട് തന്നെ ഇതിലേക്ക് നന്നായിട്ട് 1 ടേബിൾ സ്പൂണ് ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് അത്ര ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഫില്ലിങ് കിട്ടുന്നില്ല. നല്ല ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് ആ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മാവ് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എത്ര വലുപ്പമാണ് അതനുസരിച്ചിട്ട് നമ്മൾക്കും എത്ര വലുപ്പമാണ് ചെറുതാണ് അതനുസരിച്ചിട്ട് നമ്മൾക്കൊന്ന് ഇവിടെ ഉണ്ട തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ബോൾസ് ഇവിടെ തയ്യാറാക്കി എടുക്കുക ഫസ്റ്റ് നമ്മൾക്ക്. പിന്നെ ആലു പൊറോട്ട ഗോബി പൊറോട്ട ആകുമ്പോൾ പിന്നെ ചപ്പാത്തി പോലെ എത്ര നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഫില്ലിങ് സ്റ്റഫാക്കി എടുക്കുമ്പോൾ അത് കുറച്ച് കട്ടിലേ ഉണ്ടാവും. പക്ഷെ അത് കാരണം നമുക്കൊരു മീഡിയമായിട്ട് ബോൾസ് തയ്യാറാക്കി എടുക്കട്ടോ. നമ്മൾക്ക് ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട, കുറച്ചുകൂടി കട്ടിൽ തന്നെ നമ്മുടെ പരത്തിയെടുക്കും. അത് ഇവിടെ ഞാൻ ഇത്രയും ആവുന്ന ഒരു 8-9 ഉരുട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ നമ്മൾക്ക് ഒന്ന് ഡ്രൈ പൊടിക്ക് ജസ്റ്റ് നമുക്ക് ഡ്രൈ പൊടിയിൽ മുക്കിയെടുത്തിട്ട് ഇതേപോലത്തെ ഒന്ന് വലുതാക്കി എടുക്കണം. ശരിക്കും ഒരു ചെറിയൊരു ബൗൾ പോലത്തെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല, ഒരു ബൗൾസ് ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു പറഞ്ഞിട്ട് നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന് ഒരു എന്താ പറയുക ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് സ്റ്റഫിങ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ്സാക്കിയിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഉള്ളിൽ നമ്മൾക്ക് സ്റ്റഫിങ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ജാസ്തിയാണ് ഇതിലേക്ക് സ്റ്റഫിങ് ചേർത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എത്ര നിങ്ങൾക്ക് സ്റ്റഫിങ് ഒരുപാട് നിങ്ങൾക്ക് ഓവർലോഡ് ചെയ്യേണ്ട. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതത്രയും കമ്മി നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂണിൻ്റെ വരെ നിങ്ങൾക്ക് ഫില്ലിങ് ചേർത്താൽ മതിയാവും. പക്ഷെ ഉരുട്ടത്രയും ചെറുതാക്കി എടുത്താൽ മതി. ഇത്ര വലിയ ഉരുട്ട എടുത്തിട്ട് ആ കുറച്ച് ഫില്ലിങ് ആഡ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് വരുന്നില്ല. അത് കാരണം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ പറഞ്ഞ പോലത്തെ ഈ രീതിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടും. അത് പ്രത്യേകിച്ചിട്ട് പറയാം. പക്ഷേ ഇത് ചെറിയ ചെറിയ കാര്യമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പൊട്ട് പോലെ തോന്നുന്നുണ്ട്, ഒന്നും പേടിക്കേണ്ട, ഒന്നും പുറത്ത് വരുന്നില്ല, ഒന്നും ഒട്ടിപ്പിടിക്കില്ല, ഒന്നുമില്ല. ഇത് നമുക്കൊരു ജസ്റ്റ് നമുക്കൊന്ന് ഡ്രൈ പൊടി നമ്മൾക്കൊന്ന് തേച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മെല്ലെ പക്ഷെ ഒരുപാട് വെയിറ്റ് കൊടുത്ത് നമ്മൾക്ക് പരത്തിയെടുക്കണ്ട കേട്ടോ. ഒരു മെല്ലെയായിട്ട് നമ്മൾക്ക് മെല്ലെ കൈ അടക്കിയിട്ട് നമ്മൾക്കൊന്ന് ജസ്റ്റ് നമ്മൾക്കൊന്ന് പരത്തി കൊടുത്താൽ മതി. നിങ്ങൾക്ക് നമുക്ക് വെയിറ്റ് കൂടുതൽ ഇതാക്കിയിട്ട് നമുക്ക് പരത്തി കൊടുക്കുമ്പോൾ എന്തായാലും അത് നമ്മുടെ സ്റ്റഫിങ് എല്ലാം പുറത്ത് വരും. അപ്പോൾ ഇതേപോലത്തെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ നമ്മൾക്ക്
ഇവിടെ ഒരു തവ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഇനി ഇതിലേക്ക് നെയ്യോ ബട്ടറോ ഓയിൽ, അപ്പോൾ വെളിച്ചെണ്ണ തേക്കണ്ട, ഓയിലോ പിന്നെ വേണമെങ്കിൽ ബട്ടറോ അല്ലാണ്ട് നെയ്യ് ഏറ്റവും ബെസ്റ്റാണ്. നെയ്യ് തേക്കുമ്പോൾ ഏറ്റവും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ എന്താ നെയ്യോ ബട്ടറോ ഓയിൽ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് നന്നായിട്ട് തേച്ചിട്ട്, പിന്നെ ചപ്പാത്തിൻ്റെ കാടിതൽക്ക് ഈ ആലു പൊറോട്ട ഗോബി പൊറോട്ടയ്ക്ക് ഇതൊക്കെ കുറച്ച് നെയ്യ് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഓയിലോ നെയ്യ് ഇത്തിരി കൂടുതൽ വേണം. കൂടുതൽ പറയുമ്പോൾ ഒരുപാട് വേണ്ട, പക്ഷെ ജസ്റ്റ് നമ്മുടെ ചപ്പാത്തിക്ക് ഇതൊക്കെ തേക്കും കാട് കുറച്ചുകൂടെ അത് ഇത്തിരി പെർഫെക്റ്റായിട്ടാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിത് ഡെയിലി ഇതൊന്നും കളിക്കുന്നില്ല, എപ്പോഴെങ്കിൽ കളിക്കില്ല, അപ്പോൾ സാരില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കടലമാവോ തൈരോ അതൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ, അതാണ് നമുക്ക് എക്സ്ട്രാ ഒരു ക്രിസ്പിനെസ് വരാനാണ്. നമ്മൾക്ക് എല്ലാ മെത്തേഡും ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ടിപ്സ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട്. പിന്നെ പെർഫെക്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾക്കൊന്ന് മുറിച്ച് നോക്കാം. എനിക്ക് കയ്യിൽ തൊടാൻ പറ്റുന്നില്ല, അത്ര ചൂടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഉള്ളിലത്തെ ടെക്സ്ചർ എങ്ങനെയുണ്ട് ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതെന്നെ അങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി ഉള്ളിലത്തെ ഭാഗം നമ്മൾ നോക്കാം. നല്ല അടിപൊളി എല്ലാവിടെയും നമ്മൾ ഫില്ലിങ് ഇതാ നമ്മുടെ എല്ലായിടത്തും മസാല കറക്റ്റായിട്ട് നമ്മൾക്ക് ഈക്വലായിട്ട് എല്ലാവിടെയും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ നോക്കിക്കോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാനിൽ ചുട്ടെടുക്കുമ്പോൾ ശരിക്കും അത് നമുക്ക് പൊങ്ങൻ അത്ര കണ്ടിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. പക്ഷെ നോക്കിക്കോ നല്ല രണ്ട് ലെയറായിട്ടുണ്ട്. എല്ലാം നമുക്ക് ഗോബി പൊറോട്ട നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഉള്ളിൽ മസാല ഇതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ നമ്മൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇതിൽ കൂടെ നിങ്ങൾക്ക് തൈറും അല്ലാണ്ട് അച്ചാറോ അല്ല ഒന്നില്ലെങ്കിൽ ഒരു ചായ കിട്ടിയാൽ മതി, എത്ര നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോ ആയാൽ ഡിന്നറോ ആയാൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്തൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ലൈക്ക് ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മറ്റു വേറെ ആൾക്കാർക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വരാം. അപ്പോൾ ലൈക്കോ കമൻറ്റോ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതുവരെ പുതിയ വ്യൂവേഴ്സിന് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിലേക്ക് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ തൊട്ട ബെയിൽ ഉണ്ടാവില്ലേ ഓളിൽ ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ എല്ലാവർക്കും പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കിടക്കലൊരു റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്ക് എല്ലാവർക്കും നന്ദി, താങ്ക് യു, സ്റ്റേ ഹാപ്പി.